നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഗായത്രി അശോക്, വിശാഖ് നായർ, മഞ്ജു വാര്യർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഫൂട്ടേജ് എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രം ഫൗണ്ട് ഫുട്ടേജ് ജോണറിലാണ് പ്രധാനമായും കഥ പറയുന്നത്. നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ജോണറാണിത്. ഈ ജോണർ മലയാളത്തിൽ അധികം ഒന്നും ആരും പരീക്ഷിച്ചിട്ടുമില്ല. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോസിലൂടെയാണ് പ്രധാനമായും ഈ ചിത്രം കഥ പറയുന്നത്. ഈ സംവിധായകരെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരം ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് പ്രേക്ഷകർക്ക് താല്പര്യമുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ നിർമ്മിക്കുന്ന സംവിധായകർ, മറ്റൊന്ന് സംവിധായകൻ്റെ വിഷനിലേക്ക് പ്രേക്ഷകരെ എത്തിപ്പിക്കുന്ന സംവിധായകർ. ഈ ഫൂട്ടേജ് എന്ന ചിത്രം രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ്. സംവിധായകൻ്റെ വിഷനിലേക്ക് പ്രേക്ഷകനെ കൂടെ നടത്തിപ്പിക്കാൻ തയ്യാറാക്കുന്ന സിനിമയാണ് ഫൂട്ടേജ്. ഒരു വ്യക്തിക്ക് പ്രധാനമായും 3 ജീവിതമാണുള്ളത്: രഹസ്യ ജീവിതം, പൊതുജീവിതം, സ്വകാര്യ ജീവിതം എന്ന മാർക്കേസിൻ്റെ വാചകങ്ങൾ എഴുതി കാണിച്ചുകൊണ്ട് തുടങ്ങുന്ന ചിത്രം ആദ്യത്തെ സീൻ തന്നെ വേറൊരാളുടെ സ്വകാര്യതയിലേക്ക് ക്യാമറ വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നിർമ്മിക്കുന്ന 2 യൂട്യൂബ് ബ്ലോഗേഴ്സ് അവർ താമസിക്കുന്ന ഫ്ലാറ്റിലുള്ള ഒരു ഡോക്ടറുടെ മിസ്റ്റീരിയസ് സ്വഭാവം മനസ്സിലാക്കി അവരെ ഫോളോ ചെയ്ത് ഇറങ്ങുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഫൂട്ടേജ് എന്ന ചിത്രം പ്രധാനമായും കഥ പറയുന്നത്. ചിത്രത്തിലെ സ്ത്രീ പുരുഷ കഥാപാത്രങ്ങളുടെ ഫൂട്ടേജിലൂടെയാണ് ചിത്രം കഥ പറയുന്നത്. ഇതൊരു നോൺ ലീനിയർ ഗണത്തിലാണ് ഈ ചിത്രത്തിൻ്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. ചിത്രത്തിൻ്റെ ആദ്യത്തെ ഹാഫിൽ തന്നെ പ്രധാനമായും ഇതിലെ കഥാപാത്രങ്ങളെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഈ കഥാപാത്രങ്ങൾക്കൊപ്പം നമുക്ക് കൂടി സഞ്ചരിക്കാനുള്ള ഒരു സ്പേസ് സംവിധായകൻ ഒരുക്കി തരുന്നത്. ആദ്യത്തെ ഒരു ഹാഫിൽ പ്രധാനമായും ചിത്രത്തിൻ്റെ ഒരു മൂഡ് സെറ്റ് ചെയ്യുകയും എങ്ങോട്ടാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് എന്നതാണ് ചിത്രത്തിൻ്റെ അടുത്ത സീനുകളിൽ പ്രധാനമായും റിവീൽ ചെയ്യുന്നത്. ഈ ചിത്രം ഫൗണ്ട് ഫുട്ടേജ് ചിത്രമായതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്ത ക്യാമറയുടെ എല്ലാത്തരം സ്പേസിലൂടെയാണ് ഈ ചിത്രവും കഥ പറയുന്നത്. ഒരു ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന തരത്തിലുള്ള ആ ഷിവറിങ്ങും അതിൻ്റെ ആംഗിൾസും ഒക്കെ ഒരു പുതിയ ഒരു കാഴ്ചാനുഭവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ജോണർ കണ്ടിട്ടുള്ളത്. ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഫൂട്ടേജ് എന്ന ചിത്രം തുറന്നിടുന്നത്. പ്രധാനമായും ഇതിലൊരു വെള്ളത്തിലൂടെ പോകുന്ന സീൻസ് ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും ഈ കെട്ടിടത്തിനകത്തുള്ള സീക്വൻസൊക്കെ വളരെ രസമായിട്ടാണ് ചിത്രത്തിൽ വന്നിരിക്കുന്നത്. ഇതിൽ സ്ത്രീ പുരുഷ കഥാപാത്രങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ ചിത്രത്തിലെ കഥ മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ ഹാഫിൽ പറഞ്ഞ കുറേയധികം സംഭവങ്ങളുടെ തുടർച്ചയെന്ന രീതിയിൽ രണ്ടാമത്തെ ഹാഫിലും ആ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ തിരക്കഥ മുന്നോട്ട് പോകുന്നത്. സംവിധായകനായ സൈജു ശ്രീധരനും ഷബ്ന മുഹമ്മദും കൂടിയാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ നിരവധി ചിത്രങ്ങളുടെ എഡിറ്ററായ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണ് ഫൂട്ടേജ്. സംവിധായകൻ എന്ന നിലയിൽ സൈജു ശ്രീധരൻ്റെ ഒരു മികച്ച തുടക്കം കൂടിയാണ് ഫൂട്ടേജ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ ചിത്രത്തിലുള്ളത്. വൈശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചിത്രം പ്രധാനമായും കഥ പറയുന്നതെങ്കിലും ഇതിൽ എടുത്തു പറയേണ്ടത് മഞ്ജു വാര്യരുടെ പ്രകടനമാണ്. നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് ഈ ചിത്രത്തിലുള്ളത്. മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന് ഡയലോഗുകളൊന്നും ഇല്ലെങ്കിലും മഞ്ജു വാര്യർ വരുന്ന സീനുകളൊക്കെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് ഇതിലെ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ മഞ്ജു വാര്യർ എന്ന നടിയുടെ കരിയർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല. ചിത്രത്തിൻ്റെ ഒരു മിസ്റ്റീരിയസ്നെസ്സിനെ എലിവേറ്റ് ചെയ്യുന്നതിൽ തിരക്കഥ പരാജയപ്പെടുന്നു എന്നത് തന്നെയാണ് ഈ ചിത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. പ്രധാനമായും ആദ്യത്തെ ഒരു ഹാഫിൽ തന്നെ ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ ഹാഫിൽ വേറൊരു പോയിൻ്റ് ഓഫ് വ്യൂ കഥ പറയുമ്പം തുടങ്ങിയെടുത്ത് തന്നെ കഥ വീണ്ടും കിടന്നൊരു കറങ്ങുന്ന അനുഭവമാണ് ഉണ്ടായത്. പിന്നെ മഞ്ജു വാര്യരുടെ ഒരു കഥാപാത്രത്തിലെ ഒരു മിസ്റ്റീരിയസ്നെസ് തിരക്കഥയിൽ കുറച്ചുകൂടി സ്പേസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ചിത്രം അവസാനിക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ മോട്ടീവൊക്കെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റും സമ്മാനിക്കുന്നില്ല. ഇതിലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ഒക്കെ രസമായിരുന്നെങ്കിലും തിരക്കഥ കുറച്ചുകൂടി സ്ട്രോങ് അല്ലാത്തതിനാൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ എൻഗേജിങ് ആയി ആ ചിത്രത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ് ഈ ചിത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. സാങ്കേതിക കാഴ്ചയിൽ ഫൂട്ടേജ് എന്ന ചിത്രം പുതിയ കാഴ്ച സമ്മാനിക്കുമ്പോഴും ഗ്രിപ്പിംഗ് ആയ തിരക്കഥ ഇല്ലാത്തതിനാൽ പലപ്പോഴും പ്രേക്ഷകനെ ഈ ചിത്രത്തിൻ്റെ ഒപ്പം ഫോളോ ചെയ്ത് പോകാൻ പറ്റാത്തൊരു അവസ്ഥയുമുണ്ട്. നമ്മൾ കണ്ട് ശീലിച്ച മലയാള സിനിമയുടെ ഒരു മൂശയിലോ ഗ്രാമറിലോ അല്ല ഫൂട്ടേജ് എന്ന ചിത്രം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ചിത്രം എല്ലാ പ്രേക്ഷകരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഒരു പരീക്ഷണ ചിത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകന് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാവുന്ന ചിത്രം തന്നെയാണ് ഫൂട്ടേജ്. പക്ഷേ അതിനപ്പുറത്ത് എൻഗേജിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകരെ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്ന ചിത്രം കൂടിയായിരിക്കും ഫൂട്ടേജ്.